നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് മെം സീരീസിൻ്റെ ഒരു മാത്സ് ക്ലാസ്സിലാണ്. ഇന്ന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായി, അതായത് ഈ കഴിഞ്ഞ വീക്കിൽ PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയ ആ PSC ബുള്ളറ്റിനകത്തുള്ള ഒരു 10 കിടിലം മാത്സ് ചോദ്യങ്ങൾ ഈ 2025 പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എത്രയോ തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതേ മെത്തേഡിൽ, ഇതേ മോഡലിൽ PSC നിരവധി തവണ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് 2.7 × 2.7. ഒരേപോലത്തെ രണ്ട് നമ്പറുകളെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക. ഒരേപോലത്തെ സംഖ്യകളെ ആദ്യം 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ A ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയും A, എന്നിട്ട് ഒരു മൈനസ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരേപോലത്തെ മറ്റു 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് A² - B² എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. A² - B² എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഈ ചോദ്യമുള്ളത്. ഇതിൻ്റെ താഴെയായി ഇവിടെ നിന്നൊരു നമ്പർ തരും, മൈനസ് അടുത്ത് ഇവിടെ നിന്നൊരു നമ്പരും തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് A എന്ന സ്ഥാനത്ത് വരുന്നത് 2.7ഉം B എന്ന സ്ഥാനത്ത് വരുന്നത് 2.3ഉം ആണ്. ഇത്രയും മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചോദ്യത്തിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ സാധനം ഈ ഒരു ഫോർമാറ്റിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ, അല്ലേ? ആണ്. അപ്പോൾ നമുക്കതിനെ ആ ഫോർമുലയുടെ രൂപത്തിൽ എഴുതാം. A² - B² ഡിവൈഡഡ് ബൈ A - B. ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ചോദ്യമുള്ളത്. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. A² - B² എന്ന് പറഞ്ഞാൽ A + B × A - B അല്ലേ? ആണ്. A² - B² പകരമാണ് നമ്മൾ A + B × A - B എന്ന് എഴുതിയത്. ഇതിൻ്റെ താഴെ ഒരു വര ഇടുക. ഇവിടെ ഒരു A - B ഓൾറെഡി തന്നിട്ടുണ്ട്. ദാ ഇവിടെ കണ്ടോ, ദാ ഇവിടെ 2.7 - 2.3 ആണ് നമ്മൾ A - B എന്ന് പറയുന്നത്. ഇതിൽ ഈ A - B എന്ന് പറയുന്ന ഈ സാധനവും ഇതും കൂടെ വെട്ടിപ്പോവും. ഒരേപോലെ മുകളിലും താഴെ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താണ്? A + B അല്ലേ? ഈ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.7 അല്ലേ? പ്ലസ് B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.3. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 5 എന്ന് കിട്ടും. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5 ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഒരേപോലത്തെ 2 സംഖ്യകളെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് പറയുന്നു. ആ സംഖ്യ നമ്മൾ A എന്ന് എടുക്കുക. അപ്പോൾ 2 തവണ വന്നതുകൊണ്ട് നമ്മൾ അതിനെ A² എന്ന് വിളിക്കുന്നു. ഇവിടെയും ഒരേപോലത്തെ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചിരിക്കുന്നു. അതിനെ ഒരു സംഖ്യയെ B എന്ന് വിളിക്കുക. അപ്പോൾ 2 തവണ B വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ B² എന്ന് പറയുന്നു. ഇതേ നമ്പറുകളാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ A എന്നും B എന്നും പേര് കൊടുക്കുമ്പോൾ ഇത് ഈ ഫോർമാറ്റിലേക്ക് മാറുന്നു. A² - B² ഡിവൈഡഡ് ബൈ A - B. A² - B² എക്സ്പാൻഡഡ് ഫോം ആണ് A + B × A - B ഡിവൈഡഡ് ബൈ A - B. A - B യും A - B യും ക്യാൻസൽ. സോ ദ ആൻസർ എന്ന് പറയുന്നത് A + B ആണ്. എയുടെ അവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുക, ബിയുടെ അവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുക. എയുടെ വാല്യൂ 2.7 ആണ്, ബിയുടെ വാല്യൂ 2.3 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 എന്ന ആൻസർ കിട്ടും. 5 ആണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ PSC ഡിഗ്രി ലെവൽ അടക്കമുള്ള പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? 7 ആണ്, ബിയുടെ വാല്യൂ 2.3 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 എന്ന ആൻസർ കിട്ടും. 5 ആണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ PSC ഡിഗ്രി ലെവൽ അടക്കമുള്ള പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? ഇവിടെ നോക്കൂ, എക്സിന്റെ വില കാണുക എന്ന് പറഞ്ഞൊരു എക്സ്പോണന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധമുള്ളൊരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: √(x) ഡിവൈഡഡ് ബൈ √(0.25) ഇസ് ഈക്വൽ ടു √0.0036 എന്നാണ് തന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം 36ന്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. പോയിന്റ് കഴിഞ്ഞ് 2 പൂജ്യമുണ്ട്. 2 പൂജ്യത്തിൻ്റെ റൂട്ട് 1 പൂജ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന √0.0036ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ ആ നമ്പർ 0.06 ആയി മാറും. കാര്യം എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവണം. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞ് 36ന്റെ റൂട്ടാണ് 6. 2 പോയിന്റ് കഴിഞ്ഞ് 2 0 ഉണ്ട്.
രണ്ട് സീറോ റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ ഒരു സീറോ ആവും. അപ്പോൾ 0.06നെ 0.06 കൊണ്ട് ഗുണിച്ചാലാണ് 0.0036 കിട്ടുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ സാധനം ആണ് 0.06. ഇനി നമുക്ക് ഇതേപോലെ റൂട്ട് എക്സ് അതുപോലെ എഴുതാം, ഡിവൈഡഡ് ബൈ ഇവിടെ കണ്ടോ റൂട്ട് ഓഫ് 0.25. പോയിന്റിന് പകരം പോയിന്റ് തന്നെ കൊടുക്കണം. എന്നിട്ട് 25ന് പകരം റൂട്ട് എടുക്കുമ്പോൾ 25ൻ്റെ റൂട്ട് 5ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 0.25 എന്ന് പറയുന്നത് വെറും 0.5 ആണ്. റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ 0.5 ആയി മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 0.5നെ 0.06 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് റൂട്ട് എക്സ് എന്ന് കിട്ടും. റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0.06 ഇൻറ്റു 0.5. കണ്ടോ, പോയിന്റ് ഇല്ല എന്ന് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. 6 × 5 30 ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 3 സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ, ഒരു സ്ഥാനം കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 0.03 എന്ന് കിട്ടും. 0.030 ആണെങ്കിലും 0.03 എന്ന് നമ്മൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കാരണം ഇനി ഈ 3 കഴിഞ്ഞ് വരുന്ന സീറോയ്ക്ക് വാല്യൂ ഇല്ല. അപ്പം 0.03 എന്ന് പറഞ്ഞാൽ മതി. അതാണ് റൂട്ട് എക്സ്. ഇപ്പം നമുക്ക് റൂട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഈ എക്സിൻ്റെ കൂടെയുള്ള റൂട്ടിനെ കളയണം. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ സമത്തിൻ്റെ ഇപ്പുറവും അപ്പുറവും ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്യണം. അപ്പോൾ റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശം, ഈ റൂട്ട് എക്സിൻ്റെ കൂടെയുള്ള റൂട്ട് മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ 0.30 സ്ക്വയർ ചെയ്യണം. കണ്ടോ, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് എക്സ് ആയി മാറും. അതായത് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് റൂട്ട് എക്സ് സ്ക്വയർ. അത് സ്ക്വയർ ചെയ്ത് വരുമ്പോൾ അത് വെറും എക്സ് ആയി മാറും. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ്. മനസ്സിലായോ? അപ്പോൾ ഇത് എക്സ് ആയി മാറി. ഇനി ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യണം. 0.30 ഇൻറ്റു 0.30. 3 ഇൻറ്റു 3 എത്രയാ? 9 ആണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ നോക്ക്, 0.30 ഇൻറ്റു 0.30. നമ്മൾ 3 ഇൻറ്റു 3 എടുത്തപ്പോൾ 9 കിട്ടി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. 4 സ്ഥാനം മാറ്റി കുത്തിടണം. 1 2 3 4 സ്ഥാനം മാറ്റി കുത്തിടണം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, 0.0009 ആണ്. ക്ലിയർ ആണോ? വളരെ വ്യക്തമായി മനസ്സിലായോ? ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഇതാകണ്ട, ഈ റൂട്ടിൽ നിന്നാണ് തുടങ്ങിയത്. 36ൻ്റെ റൂട്ട് 6 ആണ്. പോയിന്റ് അതേപോലെ പോയിന്റായി. 2 സീറോയ്ക്ക് പകരം ഒരു സീറോ ഇട്ടു. അപ്പോൾ ഇവൻ ചുരുങ്ങി 0.06 ആയി. ഇനി അടുത്തത് 0.25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0.5 ആണ്. പോയിന്റിന് പകരം പോയിന്റ്, 25ൻ്റെ റൂട്ട് 5, അത്രേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ? 0.5ഉം 0.06ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0.03 കിട്ടി. ഇനി ഈ റൂട്ട് എക്സിൻ്റെ കൂടെയുള്ള റൂട്ട് മാറ്റാൻ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ സ്ക്വയർ ചെയ്തു. ലെഫ്റ്റിലും റൈറ്റിലും സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആയി മാറും. 0.30യുടെ സ്ക്വയർ 0.0009 ആയി മാറും. ഇതാണ് ആൻസർ. ക്ലിയർ ആണ്? അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ഗ്രോൺ എന്ന ഒരു വേർഡ്, ഗ്രോൺ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡിനെ 7%36 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നെയിം എന്ന് പറയുന്ന വേർഡിനെ 64 ഒരു ഡോളർ ചിഹ്നം ഇത്രയും കൊടുത്താണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗിയറിനെ എങ്ങനെ സൂചിപ്പിക്കും? ഗിയർ, GEAR. ഇവിടെ നമ്മൾ നോക്കുക, ഗ്രോണിനെ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക അല്ലേ? അപ്പോൾ ഗ്രോണിനകത്ത് ജിയിൽ ഇവിടെ 7 ഉണ്ട്, കണ്ടോ? അപ്പം ജിക്ക് പകരം നമുക്ക് 7 എഴുതാം. ഓക്കെ, ഇവിടെ നെയിമിനകത്ത് ഇ ഉണ്ട്, ഇക്ക് പകരം ഡോളറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡോളർ ചിഹ്നം കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എ ഉണ്ട്, എ ഇവിടെ ഉണ്ടോ? ഇല്ല, എക്ക് പകരം 4 കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 4 കൊടുക്കാം. എക്ക് പകരം 4 കൊടുത്തു. ആറിന് പകരം എന്ത് കൊടുക്കണം? @ കൊടുക്കണം. ഇവിടെ ആ ഓപ്ഷൻ ഉണ്ട്. ഇതേപോലത്തെ ഒരു ചോദ്യം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. ഇത് വളരെ എളുപ്പമാണ്. കുറച്ച് ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അതിന് ഉത്തരം പോക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ആൻസർ കിട്ടും കേട്ടോ. നല്ല വൃത്തിയായിട്ട് നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ചോദ്യം നോക്കൂ. പ്ലസ് എന്നതിന് പകരം നമുക്ക് ഡിവൈഡ് കൊടുക്കാം. മൈനസ് എന്നതിന് പകരം പ്ലസ് കൊടുക്കാം. പ്ലസിന് പകരം ഡിവൈഡ്, മൈനസിന് പകരം പ്ലസ്. ഇനി അടുത്ത് പറയുന്നത് ഇൻറ്റൂവിന് പകരം മൈനസ്, ഇൻറ്റൂവിന് പകരം മൈനസ്, ഡിവൈഡിന് പകരം ഇൻറ്റു. ഇത് ഒരു ഏരിയ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത്. ഇനി നമുക്ക്
26 കണ്ടോ, മൈനസിന് പകരം പ്ലസ്. അതാണ് ഓർമ്മിക്കേണ്ടത്. ഇനി അടുത്ത 15 നല്ല പോലെ ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്ത പ്ലസ് ആണ് വന്നിരിക്കുന്നത്, പ്ലസിന് പകരം ഡിവൈഡ്, എന്നിട്ട് 5. അടുത്ത ഇൻറ്റു ആണ്, ഇൻറ്റുവിന് പകരം മൈനസ്, അടുത്ത 4 ആണ് അല്ലേ, എന്നിട്ട് ഡിവൈഡിന് പകരം ഇൻറ്റു 2. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ബോഡ് മാസ് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ബോഡ് മാസ് എന്ന് എഴുതുക, BODMAS. കണ്ടോ, ഇതിൽ ഡിവൈഡ് കഴിഞ്ഞിട്ടാണ്, ഡിവൈഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 26 പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യാനുണ്ട്, ഇത്രയും ഡിവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പം 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പം നമുക്ക് 3 കിട്ടും. പിന്നെ മൈനസ്, അപ്പോൾ ആ ഡിവിഷൻ്റെ ചിഹ്നം പോയി കേട്ടോ. അടുത്തത് -4 × 2. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് രണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 26 + 3 - 8 കണ്ടോ. ഇനി നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, അടുത്ത അഡീഷനാണ് ചെയ്യേണ്ടത്. 26ഉം 3യും കൂടെ കൂട്ടണം, അപ്പം 29 കിട്ടും. 29 - 8. ഇനി സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ 29 കുറച്ച് കഴിഞ്ഞാൽ 21 കിട്ടും. സോ ദ ആൻസർ എന്ന് പറയുന്നത് 21 ആണ്. വളരെ എളുപ്പമാണ്. എല്ലാ പരീക്ഷകളിലും ഈ ചോദ്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 ചോദ്യങ്ങളും എല്ലാ പരീക്ഷകളിലും നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 73% 58% തമ്മിലുള്ള വ്യത്യാസം 960 ആണ്. ഒരു നമ്പറിൻ്റെ, ആ നമ്പർ ഏതാണ് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല. ഒരു നമ്പറിൻ്റെ 73% അതേപോലെ 58% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് 73%ത്തിൽ നിന്ന് 58% കുറയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന വ്യത്യാസം 960 ആണ്. അപ്പം 58, 68, 73 15% അല്ലേ? ആ 15%മാണ് 960. ഒന്നുകൂടി പറയാം. ഒരു നമ്പറിന്റെ 73% 58% തമ്മിലുള്ള വ്യത്യാസമാണ് 960. അപ്പൊ 73% മൈനസ് 58% സമം 960. അങ്ങനെയാണെങ്കിൽ 73%ത്തിൽ നിന്ന് 58% കുറയ്ക്കുമ്പോൾ 15%. 15%മാണ് 960. ഞാൻ ശതമാനത്തിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഒരു നമ്പരും ഇപ്പം 15% 960 ആ 960നെ അവിടെ എഴുതണം. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വര കൊടുക്കണം. എന്നിട്ട് ഈ 960 എത്ര ശതമാനമാണ്? 15 ഓക്കെ, 15. അപ്പോൾ ആ നമ്പറിനെ സൂചിപ്പിക്കുന്ന ശതമാനം അതിൻ്റെ താഴെ എഴുതണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് നമ്പറാണ് വേണ്ടതെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. ഇനി നമ്പറിൻ്റെ 10% വേണ്ടതെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം. നമ്പറിൻ്റെ 22% വേണ്ടതെങ്കിൽ 22 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ അവിടെ 22 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 15ഉം ഈ 960 അല്ലെ 96 കൂടെ ഡിവൈഡ് ചെയ്ത് പോകുന്നു. 90-നകത്ത് എത്ര പ്രാവശ്യം 15 ഉണ്ട്? 90-നകത്ത് 6 പ്രാവശ്യം 15 ഉണ്ട്. അതേപോലെ 60-നകത്ത് എത്ര പ്രാവശ്യമുണ്ട്? 60-നകത്ത് 4 പ്രാവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ 64ഉം 22ഉം കൂടെ ഒന്ന് ഗുണിച്ച് നോക്കാം. 64 × 22 8 12. ഇവിടെയും 8 12. നമുക്ക് 8 0 ശിഷ്ടം 1, ഈ 1 ശിഷ്ടം ഇവിടെ കൂട്ടണമല്ലോ. 1408. 1408 ആണ് ഇവിടുത്തെ ഉത്തരം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1408 ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറിൻ്റെ 73% 58% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് ഈ ഫോർമാറ്റിൽ നമ്മൾ എഴുതാൻ പഠിക്കണം. അതാണ് 960. ഈ 73%ത്തിൽ നിന്ന് 58% കുറയ്ക്കുമ്പോൾ 15%. 15%മാണ് 960. അപ്പോൾ 960 15%. നമ്പർ എഴുതുക, ആ നമ്പർ എത്ര ശതമാനമാണോ അതിൻ്റെ താഴെ എഴുതുക. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ABC ഒരുമിച്ച് ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്യും. Aയും Bയും Cയും ഒരുമിച്ച് ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് Aയും Bയും Cയും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ 1/3. നമുക്കെല്ലാവർക്കും അറിയാലോ, Aയും Bയും Cയും ഒരു ജോലി 3 ദിവസം കൊണ്ട് തീർത്താൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 1/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A ഒറ്റയ്ക്ക് അത് 5 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ A ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1/5 ആയിരിക്കും.
ബി ഒറ്റയ്ക്ക് അത് 12 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ബി ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1/12 ആയിരിക്കും. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലിയാണ്. ഇനി നമുക്ക് വേണ്ടത് സി ഒറ്റയ്ക്ക് അത് എത്ര ദിവസം കൊണ്ട് ചെയ്യും. സി ഒറ്റയ്ക്ക്, അപ്പോൾ സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യും എന്നാണ് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി സി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ ഇതിൽ എയുടെയും ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ ജോലിയുണ്ട്. അതിൽ നിന്നും നമുക്ക് കുറയ്ക്കണം. എവരുടെ ഒരു ദിവസത്തെ ജോലി കുറച്ചാൽ മതി. 1/5 + 1/12. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഈ 1/3ൽ എയുടെയും ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ ജോലി ഉണ്ട്. ഇത് എയുടെ ഒരു ദിവസത്തെ ജോലിയാണ്, ഇത് ബിയുടെ ഒരു ദിവസത്തെ ജോലിയാണ്. എവരുടെ ഒരു ദിവസത്തെ ജോലിയെ ഇതിൽ നിന്ന് കുറച്ചാൽ എനിക്ക് സിയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും. ആ സിയുടെ ഒരു ദിവസത്തെ ജോലിയിൽ നിന്നും സി ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 1/3ൽ നിന്നും, ഈ 1/3ൽ എ ബി സി ഇവരുടെ ഒരു ദിവസത്തെ ജോലിയുണ്ട്, അതിൽ നിന്ന് ബിയുടെ ഒരു ദിവസത്തെ ജോലിയെയും എയുടെ ഒരു ദിവസത്തെ ജോലിയെയും ഞാൻ കുറച്ച് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ചെടുക്കണം. കുറയ്ക്കാൻ നിങ്ങൾക്ക് LCM മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ഏത് രീതി വേണമെങ്കിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. 1/3 മൈനസ് ഇത് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 12 ആണ്, ഇവിടെ 5 ആണ് അല്ലേ. 12 5. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 12 12, ഈ പ്ലസ് അതുപോലെ കൊടുക്കുക. 5 × 1 5, ഇനി 12 × 5 60. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 1/3 മൈനസ് 12ഉം 5ഉം കൂട്ടുമ്പോൾ 17/60 എന്ന് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഈ 3നെ 60 ആക്കാൻ എന്ത് ചെയ്യണം? 3നെ 60 ആക്കാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 60 ആവും. അപ്പോൾ ഇവിടെ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60, മുകളിലും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/3 ആണ് 20/60 ആയത്. ഇവിടെ ഓൾറെഡി 60 കിടപ്പുണ്ട്, 60/17. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്, 60. ഇവിടെ 3 കണ്ടോ. ഇനി ഇതും കൂടെ വെട്ടിപ്പോകുന്നു. സോ ദ ആൻസർ 1/20 എന്ന് കിട്ടുന്നു. ഒരു ദിവസത്തെ സിയുടെ ഒരു ദിവസത്തെ ജോലി 1/20 ആണ്. സിക്ക് ഈ ജോലി തീർക്കാൻ വേണ്ട ദിവസം കണ്ടുപിടിക്കാൻ, സിക്ക് ഈ ജോലി തീർക്കാൻ ഒരു ദിവസത്തെ ജോലി 1/20 ആണെങ്കിൽ ഇതിനെ നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ സിക്ക് ഈ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 20 ദിവസങ്ങളാണ്. 20 ഉണ്ടോ ഉത്തരം? 20 ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എയും ബിയും സിയും ഒരു ജോലി 3 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഒരു ദിവസത്തെ ജോലി 1/3. ഇതിനകത്ത് എയുടെയും ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ ജോലി ഇരിപ്പുണ്ട്. ഇതാണ് എയുടെ ഒരു ദിവസത്തെ ജോലി, ഇതാണ് ബിയുടെ ഒരു ദിവസത്തെ ജോലി. അപ്പോൾ എ ബി സി ഇവയുടെ ഒരു ദിവസത്തെ ജോലിയായ 1/3ൽ നിന്നും ഈ വാല്യൂസ് കുറച്ചാൽ സിയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും. അതാണ് 1/20. ഇനി സി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടുപിടിക്കാൻ ആ നമ്പറിനെ തിരിച്ചിടുക. 20 ആണ് കൃത്യമായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ എത്തുന്നത്. ഒരു ക്ലാസ്സിൽ വിജയന്റെ റാങ്ക് മുകളിൽ നിന്ന്, ഓക്കെ, ഇതാണ് ക്ലാസ്സിലെ റാങ്ക്, ഇങ്ങനെയാണ്. ഇതാണ് മുകൾ ഭാഗം, ഓക്കെ, മുകൾ, ഓക്കെ. ഒരു ക്ലാസ്സിൽ വിജയന്റെ റാങ്ക് മുകളിൽ നിന്ന് 8ാമതാണ്, ഇവിടെയാണ്, ഓക്കെ, മുകളിൽ നിന്ന് 8ാമത്, 8th. ഇനി താഴെ നിന്ന്, ഇതാണ് താഴെ, ഓക്കെ, വിജയൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 8ാമത്. ഇനി താഴെ നിന്ന് 29ാമതാണ്, ഇവിടെ നിന്ന് 29ാമതാണ്, 29, ഓക്കെ. എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? അപ്പം മുകളിൽ നിന്ന് 8ാമതും താഴെ നിന്നും 29ാമതാണ് ആര് നിൽക്കുന്നത്? വിജയൻ നിൽക്കുന്നത്, ഓക്കെ. അപ്പോൾ വിജയൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം മുകളിൽ നിന്ന് താഴോട്ട് എത്ര പേരുണ്ട്? 8 പേരുണ്ട്. പ്ലസ് താഴെ നിന്ന് ഇവിടം വരെ എത്ര പേരുണ്ട്? 29 പേരുണ്ട്, ഓക്കെ. ഈ 8ഉം 29ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും അല്ലേ. ഈ 37ൽ 2 തവണ വിജയൻ വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴെ വിജയൻ വരെ, മുകളിൽ നിന്ന് 8ാമത് നിൽക്കുന്ന വിജയൻ വരെ 8 പേരുണ്ട്. താഴെ നിന്ന് 29ാം നിൽക്കുന്ന വിജയൻ വരെ 29 പേരുണ്ട്. ഇവിടെ രണ്ടിടത്തും വിജയനുണ്ട്. അപ്പോൾ 2 വിജയനെയാണ് നമ്മൾ കൂട്ടിയപ്പോഴാണ് 37 കിട്ടിയത്. ഒന്നങ്ങ് കുറയ്ക്കുക. സോ ദ ആൻസർ ഈസ് 36. ആൻസർ 36 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം. നമുക്ക് 8ാമത്തെ ചോദ്യം, രാധിക ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് രാധിക 15 കിലോമീറ്റർ, ഏകദേശം ഒരു 15 കിലോമീറ്റർ നടന്നു. എവിടെയാണ്? പടിഞ്ഞാറോട്ട് പോയി. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോയി.
വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ, ഇവിടം വരെ പോയി 3 കിലോമീറ്റർ. ഓക്കെ, എന്നിട്ട് അപ്പം രാധികയെ നമ്മൾ കാണണം. ഒരാൾ നടന്നു പോകുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പടിഞ്ഞാറോട്ടാണ് പോയത്. ഇങ്ങനെ പടിഞ്ഞാറോട്ട് 15 കിലോമീറ്റർ പോയി ഇവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോയി ഇവിടെ എത്തി, ഈ പോയിന്റിലെത്തി. ഇനി വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു, അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 11 കിലോമീറ്റർ പോയി, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 11 കിലോമീറ്റർ പോയി, ഇവിടം വരെ പോയി, ഇവിടം വരെ 11 കിലോമീറ്റർ പോയി, 11 കിലോമീറ്റർ പോയി. ഓക്കെ, എങ്കിൽ രാധിക യാത്ര തുടങ്ങിയത് ഇടത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം, ബ്ലാക്കിൽ വരച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്, ഇവിടം വരെ 15 കിലോമീറ്റർ, ഇത് 3 കിലോമീറ്റർ, ഇത് 11 കിലോമീറ്റർ. അപ്പം ഇങ്ങനെ നമ്മൾ ഇത് ചേർത്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ മൂന്നാണല്ലോ ഇവിടെ, ഈ 3 ഇവിടെ 11 അല്ലേ, അപ്പം ഇത് ഇത്രയും 11 അല്ലേ, ഈ 11 പോയിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാ, ഈ 11 പോയിട്ട് ഇത് 4 അല്ലേ, 3 കിലോമീറ്റർ 4 കിലോമീറ്റർ. ഇവിടെ നമ്മൾ പൈതഗോറസിന്റെ തിയറം വെച്ചിട്ട് നമ്മൾ ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിച്ചാൽ പോരെ. ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കാൻ എന്താ വഴി? കർണം സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ വഴി? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. അപ്പോൾ കർണം സ്ക്വയർ കണ്ടുപിടിക്കാൻ പാദം എത്രയാണ്? 4ന്റെ സ്ക്വയർ പ്ലസ് ലംബം 3ന്റെ സ്ക്വയർ. ഇനി കർണമാണ് വേണ്ടതെങ്കിൽ റൂട്ട് എടുക്കണം അല്ലേ. റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 16 + 9. 16 + 9 എത്രയാ? 25. റൂട്ട് ഓഫ് 25. സോ ദ ആൻസർ ഈസ് 5 കിലോമീറ്റർ. ഇത് മുതൽ, അതായത് ഈ രാധിക യാത്ര തിരിച്ചത് ഈ പോയിന്റിൽ നിന്നാണ്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. പൈതഗോറസിന്റെ തിയറം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം കലണ്ടറിൽ നിന്നാണ്. ഉറപ്പാണ് ഒരു ചോദ്യം. 2012 ജനുവരി 1-ാം തീയതി ഞായറാഴ്ചയായാൽ മാർച്ച് 20 ഏത് ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2012 എന്ന വർഷത്തെ ശ്രദ്ധിക്കുക. 2012 ഒരു അതിവർഷമാണ്. എങ്ങനെ മനസ്സിലായി? ലാസ്റ്റത്തെ 2 സംഖ്യകൾ 4ന്റെ ഗുണിതമാണെങ്കിൽ അത് അതിവർഷമായിരിക്കും. അവിടെ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുണ്ടാവും. ഇതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. 2012 ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ അവിടെ ജനുവരി 1 തന്നിട്ടുണ്ട്. ജനുവരി 1 തന്നിട്ടുണ്ടെങ്കിൽ ആ ജനുവരി 1 പോയിട്ട് ബാക്കി ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? ജനുവരിയിൽ ടോട്ടൽ 31 ദിവസമുണ്ട്. അതിൽ 1-ാമത്തെ തീയതി ഞായറാഴ്ചയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 30 ദിവസമുണ്ട്. ആകെ ദിവസങ്ങൾ നമുക്ക് ആദ്യം എടുക്കാം. ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? 29 ഉണ്ട്. 28 എഴുതുന്നിടത്താണ് ഇവിടെ ഉദ്യോഗാർത്ഥിക്ക് തെറ്റുന്നത്. അടുത്തത് മാർച്ചിൽ 20 ദിവസമുണ്ട്. മാർച്ച് 20 വരെ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 79 എന്ന് കിട്ടും. 79 ദിവസങ്ങളാണ് ആകെ ഉള്ളത്. ഈ 79-ലെ ഒറ്റ ദിവസങ്ങളെ കണ്ടുപിടിക്കാൻ, അതായത് ആഴ്ചയിൽ കൂട്ടാൻ പറ്റാത്ത ദിവസങ്ങളെ കണ്ടുപിടിക്കാൻ 79-നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു പ്രാവശ്യം 7, 0, 9, ഒരു പ്രാവശ്യം 7, ശിഷ്ടം 2. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം എന്ന് പറയുന്നത് 2 ആണ്. എടാ, നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ കൂടെ 2 ദിവസം കൂട്ടിയാൽ മതി. അതായത് ഇവിടെ നമുക്ക് ഞായറാണ് തന്നിട്ടുള്ളത്. ഈ ഞായറിൻ്റെ കൂടെ പ്ലസ് 2. ഞായർ കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വയുണ്ടോ നോക്കുക. ചൊവ്വയാണ് ഈ പറയുന്ന ദിവസം. അതായത് മാർച്ച് 20 ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം തന്നാൽ ആ ദിവസം പോയിട്ട് ആ മാസത്തിൽ ബാക്കിയുള്ള ദിവസങ്ങൾ എത്രയെന്ന് എഴുതണം. അടുത്ത മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് എഴുതണം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ദിവസം വരെ എത്ര ദിവസമുണ്ട്? 79 ദിവസം. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം നമുക്ക് ആഴ്ചയായി കൂട്ടാൻ പറ്റാത്ത എത്ര ദിവസങ്ങളുണ്ട്? ഇതിൽ 79-ൽ 77 ദിവസങ്ങളും നമുക്ക് ആഴ്ചയായി പറയാം. 11 ആഴ്ച. 11 ആഴ്ച എന്ന് പറയുമ്പോൾ 77 ദിവസമായി. ബാക്കി 2 ദിവസങ്ങളുണ്ട്. ഈ 2-നെയാണ് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ കൂടെ കൂട്ടുമ്പോൾ കണ്ടുപിടിക്കേണ്ട ഡേറ്റിലെ ദിവസം കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 10-ാമത്തെ ചോദ്യമാണ്. ഗ്രൂപ്പിലെ ഒറ്റയാൻ ഏതാണ്? ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് DFI എന്നാണ്. ഡിയുടെ കൂടെ എത്ര കൂട്ടിയാലാണ് എഫ് കിട്ടുക? ഡി, ABCDEF. നമുക്ക് 2 കൂട്ടേണ്ടതുണ്ട്. നമുക്ക് 2 കൂട്ടിയാലേ നമുക്ക് എഫിലെത്താൻ പറ്റുള്ളൂ. GHI 3 കൂട്ടിയാൽ ഐയിലെത്താം. 3 കൂട്ടിയാൽ ഐയിലെത്താം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി അടുത്ത് നമുക്ക് MOQ എടുക്കാം. MOQ, എമ്മിൻ്റെ കൂടെ MNO, അപ്പോൾ 2 കൂട്ടി. അടുത്ത ഓയിൽ നിന്ന് ക്യൂവിലെത്താൻ OPQ 2.
ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ 2ഉം 3ഉം കൂട്ടേണ്ട അടുത്ത് ഇവിടെ 2ഉം 2ഉമാണ് കൂട്ടിയത്. ഇനി നമുക്ക് അടുത്തതും കൂടെ നോക്കാം. ബി ഡി ജി, ബിയുടെ കൂടെ ബി സി ഡി കണ്ടോ. അപ്പം 2 കൂട്ടിയാലേ ഡിയിലെത്തുള്ളൂ. ഡിയുടെ അവിടെ നിന്ന് ഡി ഇ എഫ് ജി 3 കൂട്ടണം കണ്ടോ. ഇതും ഒരുപോലെ വന്നിട്ടുണ്ട്. അടുത്തതും അതുപോലെ ആയിരിക്കും. ആർ ടി ഡബ്ല്യു, ആറിൻ്റെ കൂടെ പി ക്യു ആർ എസ് ടി, ആർ എസ് ടി പ്ലസ് 2. ടി കഴിഞ്ഞാലോ, ടി കഴിഞ്ഞാൽ 3 കൂട്ടിയാലേ ഡബ്ല്യൂലെത്തുള്ളൂ കണ്ടോ. അപ്പം ഇത് 3 ഒരേ ഫോർമാറ്റിലാണ്, ഇത് ഒറ്റയാനാണ്, ഇത് ആ ഫോർമാറ്റിലല്ല. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 10 ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളായിരുന്നു ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നമ്മൾ മെം സീരീസ് അല്പം കൂടുതലായിട്ടുണ്ട്. മെം സീരീസ് ആണ് നമ്മുടെ PSC നേടിയെടുക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമുക്കറിയാം. അതുകൊണ്ട് മെം സീരീസ് കൃത്യമായി കണ്ടുവരിക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ മെം സീരീസിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ കാണാം. നിങ്ങളത് നോക്കി കണ്ട് ക്ലാസ്സുകളൊക്കെ പഠിച്ചെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഹാജാസ് ക്ലാസ്സിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 9995027074 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.